നമ്മുടെ ജെ മർഫി മെമ്മോറിയൽ ഹൈസ്കൂളിൽ പ്രവർത്തിക്കുന്ന കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ കമ്മ്യൂണിറ്റി കിച്ചണിലെ വർക്കുകളൊക്കെയാണത്. നമ്മുടെ താലങ്കൽ വാർഡിലെ മെമ്പറാണ് അതിൻ്റെ മുഖ്യ പാചകമൊക്കെ ചെയ്യുന്നത്. മെമ്പറെ മീൻകറിയാണോ അച്ചാറാണോ? ആണോ? ഏത് ഇന്നിപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി കിച്ചണിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലെ അംഗങ്ങൾക്ക് സ്പെഷ്യല് മീൻകറി നമ്മുടെ DYFIയിലെ സാദിക്ക് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. കാലാനുസൃതമായി മാറ്റാനുള്ളതാണ്. ദിവസം വടിയും കൊടിയായിട്ട് സമരം ചെയ്യുന്നവന്മാരെ ഈ പാവപ്പെട്ട ഈ അപകടത്തിന്റെ പ്രധാന ആൾക്കാര്. മൊബൈൽ ഫോൺ അങ്ങനെ ഓരോ 2 വർഷം കൂടുമ്പോൾ പുതിയ ഫോൺ ചെയ്തിട്ടുണ്ട്. സന്തോഷേട്ടാ ഓണത്തിന് പോരണം കേട്ടോ. ഓണപരിപാടിയല്ലേ? അതാ കുഴപ്പമില്ല, അംഗൻവാടി ജീവനക്കാരല്ലേ? സാറ് അവർ ഒപ്പം വന്നോളൂ, അവിടെ പോയിട്ട് വന്നു. ഞാൻ രാവിലെ ഇറങ്ങി വന്നായിരുന്നു. നമ്മളെവിടെ കാണും. അല്ല അതിന്റെ പ്രധാനമായിട്ട് കെട്ടിടി ചെയ്തേക്കുന്നല്ലേ? കെട്ടിടിക്കാന്ന് പറഞ്ഞാൽ ദുരന്തം ഉണ്ടാക്കി വെച്ചാണ് ഞങ്ങൾ. അറിയോ, അപ്പുറത്തൊരു കാന ഉണ്ടായിരുന്നു. കാന അവന്മാർ അടച്ചു കെട്ടി. അത് സംഭവം അന്ന് ഞങ്ങൾ ആദ്യം മുതലേ ഇതിന്റെ ഈ റോഡിന്റെ PWD ഇരിക്കുന്ന നേരത്തെ പരാതി കൊടുത്തു. നേരത്തെ പറഞ്ഞിരുന്നു. അതെല്ലാം വന്ന് വരുമ്പോഴേക്കും പറഞ്ഞോണ്ടിരുന്ന അവര് ചെയ്യാതിരുന്നു. ഇപ്പഴും ഇടിഞ്ഞല്ലോ, ആളെന്നത് ഇടിഞ്ഞ് കയറി വന്നതല്ലോ. ഓടെ വെള്ളം അവിടെ ഒരു കാനയുണ്ട്. കാന ഇവരെ അടച്ച് മൊത്തം പൈസയ്ക്ക് വേണ്ടി കെട്ടിയിട്ട് ഇതിങ്ങനെ ആക്കിയതാണ്. റോഡ് അങ്ങനെ ഇടിഞ്ഞതാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ അവിടെ താമസിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ക്യാബിലേക്ക് വന്നു അല്ലേ? ഇടിഞ്ഞു പോയി. ഇല്ല, അങ്ങോട്ട് വന്നില്ലേ? എന്റെ പേര് സുഹറ. വീട് എവിടെ? ഞങ്ങള് ഇളങ്കാട്. ബ്ലാക്കര. അവിടെ ഭീഷണി കാരണം നമ്മൾ ക്യാമ്പിലോട്ട് വന്നാലേ. എന്റെ ഫ്രണ്ടെല്ലാം ഇടിഞ്ഞു പോയി. അത് കഴിഞ്ഞ് വീട്ടിൽ പോയതാ. മിറ്റം ഒരിച്ചിരിയേ ഉള്ളൂ. പിന്നെ അടുക്കള വശമൊന്നും ഇല്ല ഞങ്ങളുടെ വീടിന്റെ. അടുക്കളക്കഥവും എല്ലാം പോയിരിക്കുക. ആക്കി വരുമ്പോൾ കിടന്ന് ആടുന്ന പോലെയാണ്. വെച്ചിട്ട് ഞങ്ങൾ തന്നെ കളിക്കാറ്റായിട്ട് പൈസ കിടന്നത്. മരുന്നിട്ടെന്ന് പറഞ്ഞാൽ എന്തായാലും ആയി പറഞ്ഞ് ഓടാൻ പോലും നിങ്ങൾക്ക് 2 വയ്യാത്തതിൻ്റെ വീട് എപ്പോഴും തല വീഴുന്നത് താമസിക്കുന്നില്ല. ആര് വരുന്നത് തിണ്ടാകുന്ന 2 പേരും ഞങ്ങൾ കഴിയുന്നു. പ്രായം ഞങ്ങളിത് എന്ത് ചെയ്യാൻ പറ്റും? 2 ദിവസം പണി ചെയ്യത്തില്ല. പെൻഷൻ കിട്ടുന്നത് അതുകൊണ്ട് ഇങ്ങനെ അറ്റുപറ്റി കഴിയുന്നു. ആൾക്കാരെ കണ്ടേക്കാം. ക്യാമ്പ് സന്ദർശനമാണ്. സന്ദർശനം.
വാസനയൊക്കെ അടിച്ച MLA കൺട്രോളും ചെറുതും നല്ല രസത്തിനൊക്കെ നല്ലതല്ലേ നല്ല ഭീകരയാ. പ്രാദേശിക ഭരണകൂടങ്ങളും പ്രാദേശികമായ ഗവൺമെന്റ് സിസ്റ്റം പ്രാക്ടിക്കലായിട്ട് പെട്ടെന്ന് നടപടിയെ വരുത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കളക്ടർ അവിടെ ഇരുന്ന് ഓർഡർ ഇട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും കൂട്ടിക്ക പഞ്ചായത്തിന്റെ കാര്യം അറിയാമല്ലോ. അതിപ്പം MLA ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇന്നലെ കളക്ടർ വന്നിരുന്നു. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ഒരു വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ വീടുകളുടെയും വീട് ഡേഞ്ചറായിട്ട് പോയ 1-2 വീടുകളൊക്കെ ഉള്ള പ്രശ്നം. ബാക്കിയുള്ള ഒരു 90% വീടുകളുടെയും ഫ്രണ്ടുകൾ മിറ്റും മുഴുവൻ അടിഞ്ഞു. ഇപ്പൊ റെജി വാരിയ മറ്റത്തിന് അവിടെ ആ വീട് ഏത് സമയം താഴെ. അപ്പൊ അത് വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ, വീടിന്റെ ഫ്രണ്ട് മുഴുവൻ ഇടിഞ്ഞു പോവുക, സൈഡ് ഇടിഞ്ഞെല്ലാം വീടിന്റെ മണ്ടയിലോട്ട് വന്ന് വീഴുക. ഏറ്റവും വലിയ പ്രശ്നം ഈ കെട്ടാണ്. അതെ അതെ നമുക്ക് ചെറിയ നിയമപരമായി ഇങ്ങനെയുള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടി ഗവൺമെന്റ് ഫണ്ട് ഉപയോഗിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നതിനൊരു നിയമ തടസ്സം. പരമാവധി നിങ്ങള് പഞ്ചായത്ത് കമ്മിറ്റിയും MLA കൗൺസിലും വെച്ച് അടിയന്തരമായി റവന്യൂവിൽ അത് കൊടുത്ത് തഹസിൽദാർ കൊടുത്ത് അതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കി അങ്ങനെ വീടിനും സ്വത്തിനും നാശം വരുന്നതിന് കുറച്ച് ഫണ്ട് തരാൻ പറ്റും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഫണ്ടൊന്നും കിട്ടണമെന്നില്ല, എങ്കിൽ പോലും അതിനൊരു മിനിമം ഫണ്ട് മേടിച്ച് തരാനുള്ള നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ മുഴുവൻ സ്ഥലങ്ങളും പ്രധാനപ്പെട്ട വീടിന്റെ സിറ്റ് ഔട്ടിന്റെ താഴെ പിടിഞ്ഞു പോയിരിക്കും. വീട്ടിലേക്ക് കയറാനുള്ള ഒരു അവസരം പ്രശ്നം. ഇത് വിഷയം പലർക്കും PWD റോഡിന്റെ സൈഡിലാണ്. PWD റോഡ് മുൻകാലങ്ങളിൽ പലപ്പോൾ മണ്ണൊക്കെ മാറ്റിയ അടിസ്ഥാനത്തിൽ അത് കെട്ടിക്കൊണ്ടുപോയി PWD ഒന്ന് സമീപിക്കാനുള്ള സംസ്ഥാന ഗവൺമെന്റ് നമുക്ക് ഇമ്മീഡിയറ്റ് റിസൾട്ടാണ് വേണ്ട. അപ്പൊ നമ്മൾ എസ്റ്റിമേറ്റ് കൊടുത്ത റിപ്പോർട്ട് കൊടുത്ത കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും നമ്മുടെ സിസ്റ്റം ആണല്ലോ ഡിലേവ്. അപ്പൊ അടിയന്തര സാഹചര്യത്തെ നേരിടാൻ കുറച്ച് ഫണ്ട് കൊടുത്തോണ്ട് ഇങ്ങനെയുള്ള സംരക്ഷിക്കാം. മുഴുവൻ ഫണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സർക്കാരിന്റെ സ്ഥിതി അറിയാവുന്ന ജനങ്ങൾക്കെല്ലാം അറിയാം. അപ്പൊ എങ്കിൽ പോലും പരമാവധി ഫണ്ടുകൾ അങ്ങനെയുള്ള ഒരു സംരക്ഷണം MLA അടിയന്തരമായി ബന്ധപ്പെട്ട് ഓൾറെഡി കളക്ടർക്ക് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടോട് കൂടി വില്ലേജ് ഓഫീസറോട് താലൂക്ക് ഓഫീസറിനെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ മുകൾ ഭാഗങ്ങളിൽ ഇരിക്കുന്ന ഒന്നും ഞങ്ങൾ ഉത്തരവാദിത്തം പറയുന്നതാണ്. വീടുമായി ഞങ്ങൾ സഹായിച്ചത്. അതെ, അത് വില്ലേജ് ഓഫീസർക്ക് അറിയാം. വില്ലേജ് ഓഫീസർക്ക് അറിവില്ലായ്മയാണ് പറയുന്നത്. ജീവനും സ്വത്തിനും അതിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഗവൺമെന്റ് ഉത്തരവാദിത്തം. അതിന് ഏത് തീരുമാനം എടുക്കാം. അവരോട് റിപ്പോർട്ട് കൊടുത്തേക്കാൻ പറയാം. കൂടുതൽ വർത്തമാനം പറയണമെന്ന് പറയുന്നത്. അല്ല, റജിയുടെ വീടാണെങ്കിൽ റജി ഇന്ന ആളുടെ വീടിന്റെ ഇത്ര പെർസെന്റേജ് അല്ലെങ്കിൽ ഇത്ര മീറ്റർ നീളത്തിലിരിക്കുകയും ഇത് ചെയ്തിട്ടുണ്ട്, ഇത്രയധികം നഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രം റിപ്പോർട്ട് കൊടുത്താൽ. സാറേ MLA ഒരു കാര്യം, പബ്ലിക് റോഡിന്റെ സൈഡിൽ വരുന്ന വീടുകൾക്ക് അപകടം സംഭവിച്ചാൽ ചെയ്യാലോ. പബ്ലിക് റോഡിന്റെ സൈഡിൽ റിട്ടേൺ ഭാഗം നിർമ്മിച്ചാൽ സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു കൊടുത്താൽ PWD ആണെങ്കിൽ PWD ചെയ്യും. അതേസമയം ഇപ്പൊ ഇവിടെ റജിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി എന്ന് പറഞ്ഞാൽ റോഡിൽ നിന്ന് പബ്ലിക് റോഡാ. അത് PWDക്ക് നിർദ്ദേശം കൊടുക്കാം. അത് ഡയറക്ഷൻ കൊടുക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. പബ്ലിക് റോഡ് അതൊക്കെ ഒരുപാട് സമയം പിടിക്കും. 2021 വരുന്ന വീടുകളുടെ നാശം വന്ന വീടുകളുടെ ലിസ്റ്റ് എടുത്തു. അതിൽ 94 വീടുകളുടെ ലിസ്റ്റ് ഈ കഴിഞ്ഞ ഈ ഒരു 15 ദിവസം അവിടെ ക്യാമ്പിൽ ആൾക്കാരുണ്ട്. അവിടെ ഒന്ന് പറയണേ. അവരെയൊക്കെ ഇതൊക്കെ പറയണ്ടേ. ഒന്ന്, മനുഷ്യരുടെ ജീവന് നമ്പർ 1. രണ്ടാമത്തെ കാര്യം, വീട് ഇടിഞ്ഞു പോയ വീടിന്റെ ഭിത്തികൾ ഇടിഞ്ഞാൽ സൈഡ് ഇടിഞ്ഞാലോ വീട് മറിഞ്ഞു പോകാൻ പറ്റുന്നത് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവരുടെ അടിയന്തരമായ റിപ്പോർട്ട് ഉണ്ടാക്കി എനിക്ക് ആ ഫോണിങ് അതിന് ഭയങ്കര സംഭവമായി കേട്ടോ.
നമ്മളെല്ലാം കൂടെ ചെയ്യുന്നു. അപ്പോൾ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ചെയ്യും. മാത്രമൊക്കെ നമുക്ക് ഇടാം അല്ലേ? ക്യാമ്പിൽ എല്ലാവരും കൂടെ സഹകരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് ഇറങ്ങി നിർത്തിയില്ലേ? നമ്മുടെ സംസാരിക്കാന്ന് ബാക്കി. അല്ല, ക്യാമ്പിലൊന്നും പോലത്തെ വണ്ടി എടുക്കില്ലേ? ക്യാമ്പ് ഒതുക്കി നിർത്തിയതാ. ഫയർഫോഴ്സിന് പോയത് ഞാനത് പറഞ്ഞല്ലോ, വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതാത് പഞ്ചായത്ത് മെമ്പർമാർ ബന്ധപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക, അത് വില്ലേജ് ഓഫീസറെ കൊണ്ട് അവരുടെ റിപ്പോർട്ട് ഉണ്ടാക്കുക. ഹലോ സാറേ, ഞാൻ വിളിച്ചതേ, നമ്മുടെ ഇവിടെ ഈ കൂട്ടിക്കിൽ വന്നപ്പോൾ ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇപ്പം ഈരാറ്റുപേട്ട ഇല്ല പൂഞ്ഞാറ് തെക്കേക്കര ആളുകൾ മരിച്ചതല്ല പ്രശ്നം. ഈ വീടുകളുടെ മുഴുവൻ ഈ ഭിത്തികള് സൈഡൊക്കെ ഇടിഞ്ഞിട്ട് വീടെല്ലാം താഴോട്ട് പോകുന്ന രീതിയിൽ അപകടകരമായി, ചിലപ്പോൾ നാളെ 2 മഴ പെയ്താൽ അതെല്ലാം കൂടെ താഴെ പോരുകയും ചെയ്യും, ആളുകളും മരിക്കും. അപ്പം വില്ലേജ് ഓഫീസോട് ഞാൻ റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കണേ അങ്ങനെയുള്ള വീടുകളുടെ മിനിമം ഒരു സംഭവം ചെയ്യാനായിട്ട്. അല്ലാതെ ഇപ്പം നാളെ ചിലപ്പോൾ 5-10 ലക്ഷം രൂപ വരുന്ന പ്രാക്ടിക്കലായിട്ട് നടക്കില്ല. നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് നിർത്താനുള്ളൊരു സംവിധാനത്തിലൊരു ഫണ്ട് അലോട്ട്മെൻറ്റ് ചെയ്യാനുള്ള സംഭവം ഉണ്ടാകണം. അപ്പം നമുക്ക് ഈ ഒരു BNS ഇതുണ്ടല്ലോ, ജീവനും സ്വത്തിനും എന്നുള്ളത്, അപ്പോൾ ആ സ്വത്തിൻ്റെ കാറ്റഗറി കയറ്റി അത് എഴുതി കൊണ്ടുവരണം. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിയമപരമായി റിപ്പോർട്ട് ഉണ്ടാക്കാത്തതുകൊണ്ട് പലപ്പോഴും ഈ റിജക്റ്റഡ് ആകുന്നത്. അല്ലെങ്കിൽ ഓഡിറ്റുകാരൻ വന്നു കഴിയുമ്പോൾ നാളെ ഒബ്ജക്ഷൻ എഴുതി വെക്കും. ഇതെല്ലാം ഞാനത് സ്പീക്കർ ഫോണിലിടാം. ദാസിയാർ പറഞ്ഞോ. അല്ല, അത് മാറ്റി പാർപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് പഞ്ചായത്തും ബന്ധപ്പെട്ട ആളുകൾ തരും. അപ്പോൾ ഇവരുടെ എല്ലാം പ്രശ്നം ദാസിയാരോട് പറയാം. ഞാൻ ഈ താഴെത്തെട്ട് തൊട്ട് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് എനിക്കറിയാം. ഇവരെല്ലാം ആടുണ്ട്, കോഴിയുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെയുണ്ട്, മാറാൻ പറ്റത്തില്ല എന്ന് പറയും. അങ്ങനെ ഒരു സംഭവമില്ല. ജീവനും സ്വത്തിനും ഉണ്ടെങ്കിൽ മാറിയേ പറ്റൂ. അത് നമ്മൾ ആ നിർദ്ദേശം കൊടുത്ത് അല്ലെ പോലീസ് ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഇത് അല്ല, അതിനുള്ള കഴിഞ്ഞ തവണത്തെ പോലെയുള്ള അഫക്റ്റിങ് വന്നിട്ടില്ല ഇത്തവണ. പക്ഷെ കൂടുതൽ വന്ന വീടുകളുടെ ഈ സംരക്ഷണ ഭിത്തി ഇടിക്കുക. അപ്പൊ അങ്ങനെയുള്ളത് മിനിമം തഹസിൽദാർ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഓപ്പറേഷൻ നടത്തണം. ഇവരുടെ ഒരു പരാതി എന്നാന്ന് ചോദിച്ചാൽ 21 കൊടുത്ത റിപ്പോർട്ടിന്റെ നടപടി ഇതുവരെ ആയില്ല. നമുക്ക് ഇത്തവണ അല്ല, ഇനി അങ്ങനെ പറ്റത്തില്ല. ഞാൻ അത് റവന്യൂ മന്ത്രിയോട് സംസാരിച്ചോളാം. ഫാസ്റ്റ് ട്രാക്കിലിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതിനുള്ള ഫണ്ട് മുഖ്യമന്ത്രി അനുവദിച്ചേക്കാന്ന് പറഞ്ഞു, സ്പെഷ്യൽ പാക്കേജ് ഇട്ടേക്കാന്ന് പറഞ്ഞു. അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഓൾറെഡി. ഒന്നുകൂടെ ഞാൻ സംസാരിച്ചോളാം. ഓക്കെ. അങ്ങനെ മെയിനായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. വരാൻ പറഞ്ഞിട്ടാണ് ഏർക്കുന്നില്ല. എന്നാ പറയുന്നറിയോ, മറ്റേ രണ്ടെണ്ണല്ലേ
നിങ്ങളുടെ സേവനത്തിന് ഞാൻ DMO ആയിട്ട് സംസാരിച്ചിരുന്നു എല്ലാ കാര്യത്തിലും. എല്ലാവർക്കും നിർദ്ദേശം പോയിട്ടുണ്ട്. എല്ലാവർക്കും കുഴപ്പമില്ലാന്ന് പറയും. നിങ്ങൾ ആ കാര്യത്തിൽ ചെയ്യുന്ന സേവനത്തിന് MLA എന്നുള്ള നിലയ്ക്ക് ഗവൺമെന്റിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവരും ഒരു പരാതി ഇല്ലാതെ തന്നെയാണ് ജനങ്ങളുടെ ഇടയ്ക്ക് നിന്നുള്ള ആളുകളും മെമ്പർമാരൊക്കെ പറയുന്നു. എല്ലാവരും നിങ്ങൾ വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പം നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അപ്പം നമ്മുടെ ഭാഗത്തു നിന്ന് ആക്ഷൻ ഉണ്ടാകും കേട്ടോ. അല്ലാതെ നാളത്തെ ഞാൻ നോക്കട്ടെ പിടിക്കട്ടെ എന്നൊന്നുമില്ല. എന്ത് ബുദ്ധിമുട്ട് മരുന്നോ മന്ത്രോ എന്ത് ആവശ്യമോ പറഞ്ഞേക്കാം. അപ്പം വിത്തിൻ സെക്കൻഡ് കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും. ഓക്കെ. അംഗൻവാടി ഇനി എങ്ങനെ അംഗൻവാടി ഞാൻ പഞ്ചായത്ത് കുറിച്ചുണ്ടായിരുന്നു എനിക്കറിയാം. ഞാൻ അന്നത്തെ കാലത്ത് ഒരുപാട് അംഗൻവാടി ടീച്ചേഴ്സിനെ നിയമിച്ചിട്ടുള്ളതാണ്. അന്ന് എത്ര 1500 ഇത്ര പൈസ കൂടിയില്ലേ? അപ്പൊ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സേവനം എല്ലാവരും അല്ലാത്ത മുകളിലുണ്ട്. കിടപ്പുരോഗിയുണ്ട്. ഇത് നമ്മളൊരു വീട് ഇടിഞ്ഞു പോയിട്ട് അവരെ ആവശ്യത്തിന്റെ ഇടയിൽ കൊണ്ടതാണ്. ഇവര് ഒരു ഫാമിലിയാണ്. വന്നിട്ടുണ്ട്. ഫയർഫോഴ്സും കൂടെ വന്നാണ് രക്ഷപ്പെടുത്തിയത്. ഇതുണ്ട് കഴിയാതെല്ലാം മുഴുവണിയായിട്ട് വന്ന ആളുകളാണ്. ഫ്രീ ആയിട്ട് ഞാനൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പൈസ വേണ്ടത് നിങ്ങളെ ലിസ്റ്റ് പറഞ്ഞേ. ബാക്കി നമുക്കൊന്ന് മോളിൽ നിന്നുള്ള ക്യാമ്പിലുള്ള ആളുകളുടെ വരികയാണെങ്കിൽ പറ്റുന്നവരെ വിളിച്ചാൽ കിടക്കുന്നവരെ വിളിച്ചേപ്പിക്കട്ടെ. ബെഡ്ഷീറ്റ് 100 നൈറ്റി 60 കൈലി 50 തോർത്ത് 100 തന്നെ മേടിച്ചു. 1 മണിക്കൂറിനകം ഇവിടെ എത്തിക്കും. അതിന്റെ പൈസ കൃത്യമായിട്ട് ഇപ്പൊ കടയിൽ ചെന്നിരിക്കും. പോരെ, ആ കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിരിക്കും. ഇന്ന് എത്ര വേണം? 25,000 രൂപ മതിയോ? ഇത് ഗവൺമെന്റ് ഫണ്ടല്ല. ഞങ്ങള് കളക്ട് ചെയ്ത ആളുകളുടെ ഇന്ന് സഹായം തരാൻ പറ്റുന്ന ആളുകളുടെ കയ്യിൽ നിന്നും MLAയുടെ സ്വന്തം നിലയ്ക്കൊക്കെ കുറെ സഹായങ്ങൾ ഉണ്ടാവും. ഈ അതെന്റെ ധാർമ്മിക ഉത്തരവാദിത്തം. അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ തരുന്നത്. ഈ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന വസ്ത്രങ്ങളോ എന്തെങ്കിലും ബെഡ്, ചെറിയ ബെഡുകളോ വല്ലതും കുറവുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ അത് തരും. അത് തരുന്ന ബെഡും കയ്യിലേക്ക് നിങ്ങൾ നാളെയോ അല്ലെ 2 ദിവസം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതിനുവേണ്ടി തിരിച്ചിവിടെ ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കായി തരുന്ന സംഭവങ്ങൾ തന്നെയാണ്. അടിയന്തരമായി ഇത് എത്തിക്കാനുള്ള സാഹചര്യം പ്രസിഡന്റും വൈസാറെ ഇവിടെ മുണ്ടക്കയത്താണ് ഇതിന്റെ സെന്റർ എന്ന് പറഞ്ഞപ്പോൾ മുണ്ടക്കയത്തിൽ നിന്നുള്ള സാധനം വാങ്ങിച്ച് ഇവിടെ എത്തിക്കാം. പഞ്ചായത്തിന്റെ വണ്ടിയാണ്. വണ്ടി ഇനി ബെഡ് കുറവുണ്ടെങ്കിൽ ബെഡോ ചെറിയ ബെഡുകളുണ്ട്.
ഒരു 10-20 പെട്രോളും മേടിച്ചോന്നേ. അപ്പൊ റിപ്പോർട്ട് ഉണ്ടാക്കി അതാത് സ്ഥലത്തുള്ള തീർച്ചയായിട്ടും നാളെ തന്നെ ഞങ്ങൾ അടിയന്തര കമ്മിറ്റി കൂടി ഈ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളും MLA, MDA, കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട്. ചേച്ചി ഞാൻ അല്ല പറയട്ടെ, ഞാൻ എല്ലാവർക്കും വേണ്ടി കൃത്യമായി പറയാത്തത് ചേച്ചി ശ്രദ്ധിക്കാത്തതും ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാർ, വില്ലേജ് ഓഫീസർ, അവര് ചേച്ചിയുടെ ഇരിഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് അത്യാവശ്യം ചെയ്യാനുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കും. അതനുസരിച്ച് പൈസ തരാനുള്ള MLA അല്ലെ മന്ത്രിയോ അല്ല ആവശ്യം. നിങ്ങൾക്ക് പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് നല്ല പവർ തന്നിട്ടുണ്ട്. അത് ആദ്യം പഞ്ചായത്ത് പ്രസിഡന്റും മെമ്പർമാരും മനസ്സിലാക്കുക. നിങ്ങൾ അതനുസരിച്ച് കമ്മിറ്റി തീരുമാനമെടുത്ത് ഇല്ലീഗൽ അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്കും ഗവൺമെന്റിൽ നിന്ന് യാതൊരു പ്രശ്നം വരികയില്ല. നിങ്ങൾ ആക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാ മെമ്പർമാരും പ്രസിഡന്റും വിളിച്ചിട്ട് അടിയന്തരമായി, കാരണം അടിയന്തര ഘട്ടം വരുമ്പോൾ MLAക്കോ കലക്ടറോ എല്ലായിടത്തൂടെ ഒന്ന് ഓടി നടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ഇതിനെ നടപ്പിൽ വരുത്താൻ പറ്റുന്ന മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. MLA എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരിടത്തും പോകാൻ പറ്റില്ല. ആ ഓഫീസിലിരുന്ന് സിസ്റ്റം വർക്ക് ചെയ്യിക്കുക. സിസ്റ്റം വർക്ക് ചെയ്യേണ്ട ആരാ? താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥര്, താഴെത്തട്ടിലുള്ള നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികള്, ബ്ലോക്ക് മെമ്പർമാര്. ഇപ്പം ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന സൂപ്രണ്ട് ഇവിടെ വന്ന് രോഗിയെ പരിശോധിക്കാൻ പറ്റുമോ? ഇവിടെ ഹെൽത്ത് സെന്ററിലുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെയുള്ള നേഴ്സുമാരുണ്ട്, അവരാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അത് നിങ്ങൾ വേണ്ട നിർദ്ദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് ഹെൽത്ത്, അതോടൊപ്പം പോലീസ് എല്ലാം വളരെ അലേർട്ടാണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങൾക്ക് സെക്യൂരിറ്റി ആയിട്ട് പോലീസിന്റെ ചെക്കിംഗ് ഉണ്ട്, അവരിവിടെ ഫുള്ളായിട്ടുണ്ട്. അല്ലാത്തടത്ത് പോലീസ് പട്രോളിംഗ് ഉണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഭരണകൂടം. എല്ലാ കോഴ്സും ഇവിടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞ അത് അങ്ങ് ആക്ട് ചെയ്യുക പ്രസിഡന്റും മെമ്പർമാരും, അത്രേ ഉള്ളൂ കേട്ടോ. പാടാവും. കൊടുത്തേ ഓൾറെഡി പറയുമ്പോ അത് അവിടെ പറയും. ഇത് എണ്ണ ഇത്രയും അവർ രണ്ടുപേരും കാലാനുസൃതമായി മാറ്റാനുള്ളതാ. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ദിവസം വടിയും കൊടിയായിട്ട് സമരം ചെയ്യുന്നവരെ ഈ പാവപ്പെട്ട ഈ അപകടത്തിന്റെ പ്രധാന ആൾക്കാര്. മൊബൈൽ ഫോൺ അങ്ങനെ ഓരോ 2 വർഷം കൂടുമ്പോൾ പുതിയ ഫോൺ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നറിയോ, 57-60 കാലഘട്ടത്തിലെ വനനിയമം വന്നു, പിന്നെ വനനിയമം മാറിയിട്ടില്ല. കൈകൊള്ളിക്കരുത്. റോയ് സാറേ അവിടെ ചെന്നിട്ട് പിന്നെ പ്രസിഡന്റ് വിളിച്ചാൽ മതി. എടുത്തു കൊടുക്കാൻ പറ്റുമോ? പൈസ കിട്ടുന്ന ഞാൻ 1 മിനിറ്റ് ഫോണൊന്ന് കൊടുക്കാം. നിങ്ങൾ സാറുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാറ് വേണ്ടത് ഓണം വരുമല്ലോ, ശ്രമിക്കും. മനുഷ്യന്റെ ജീവനും പ്രാർത്ഥിക്കാം. അപ്പൊ എന്റെ മൈൻഡ് സെറ്റ് നമ്മൾ പറഞ്ഞതാണ്. ഇന്നലെ കളക്ടറെ കാണിച്ചിട്ടുണ്ട്, ലിസ്റ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ കമ്മിറ്റി ഞങ്ങൾ അടിയന്തരമായിട്ട് ലിസ്റ്റ് ആക്കി കൊടുക്കാം. ഇന്നലെ നമ്മൾ പോയി കിടന്നു തുടങ്ങാം.
പഴയ പഞ്ചായത്ത് പ്രസിഡന്റാണേ സാറേ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പഴയൊരു പഞ്ചായത്ത്. 150 പേര് നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് മാറ്റി പാർപ്പിക്കണമെന്ന് പറഞ്ഞ റിപ്പോർട്ട് പോയിരുന്നു. അപ്പോൾ അതിന് അന്വേഷണം നടത്തിയനുസരിച്ച് 98ഓളം ആളുകളുണ്ട് ബ്ലാക്കരി ഉൾപ്പെടെയുള്ള മേഖലയിൽ. അപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സംവിധാനം അപ്പോൾ ആ രൂപത്തിലൊന്ന് സാറിന് പറഞ്ഞ കാര്യം ഇതിന്റെ അകത്ത് രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമില്ല, അതുകൊണ്ടല്ലേ സാറിനോട് പറഞ്ഞത്. ഞാൻ MLA ആകുമ്പോൾ കോൺഗ്രസിന്റെ ജയിച്ചു കഴിഞ്ഞാൽ സാറിനോട് പറഞ്ഞത് ഓൾറെഡി സാറ് പറഞ്ഞ കാര്യം ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ TV പറഞ്ഞിട്ടുണ്ട്, പൊളിറ്റിക്സ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിന്റെ ഉന്നതിയാണ് പൊളിറ്റിക്സ്. ആ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എനിക്കെതിരെ വോട്ട് ചെയ്യണം. എതിരെ ചെയ്താലേ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്റെ ഭാഗങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആ പ്രതിപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പ്രതിപക്ഷം എന്ന് വിചാരിച്ച് നിങ്ങളെ കുത്തുന്ന പരിപാടി അല്ല ഈ രാഷ്ട്രീയത്തില്. അതുകൊണ്ട് നിങ്ങളെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന തന്ത്രങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. അത് ലിസ്റ്റ് പ്രസിഡന്റിനോട് തരാൻ പറയട്ടെ. ഞാൻ ഒരു MLA കൊടുത്ത് ഒരു ലിസ്റ്റും വെട്ടിക്കളഞ്ഞില്ല കഴിഞ്ഞ MLA-യുടെ. അത് ന്യായമായിട്ട് എല്ലായിടത്തും ഗുണകരമാണെങ്കിൽ അത് ആ ലിസ്റ്റ് തുടരാൻ പറഞ്ഞു. അതോടൊപ്പം നിങ്ങൾ ആരെങ്കിലും ഒരു ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റുകൾ ലിസ്റ്റ് ഉണ്ടാക്കില്ല. അത് നിങ്ങൾ കൊടുത്തിരിക്കുന്നതാണെന്നുള്ളതും രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഉദ്യോഗസ്ഥരോട് ചേർന്ന് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് അടിയന്തരമായി പരിശോധിച്ച് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഫണ്ട് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ട്. ഏതായാലും 3 വർഷം കഴിഞ്ഞെന്ന് ആലോചിക്കണം. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യുന്നത് പറഞ്ഞത്, ഇപ്പോൾ ഒരു 3-4 വീട്ടുകാർ നമുക്ക് അടിയന്തരമായിട്ടും മാറ്റി പാർപ്പിക്കാനായിട്ടുണ്ട്. വാടക കൊടുക്കാനുള്ള ഇപ്പൊ തന്നെ ഇവിടുന്ന് 50,000 രൂപ കാര്യങ്ങൾ സർവ്വധാനം വാങ്ങാൻ കൊടുത്തിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല. നമുക്ക് ആ കാര്യത്തിലൊക്കെ സഡൻ ആക്ഷനാണ്. അല്ലാതെ നാളെ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് നിങ്ങളുടെ പാർട്ടിയിലും നിങ്ങളുടെ ആളുകൾ ചെയ്യേണ്ട ഒരു ഉപകാരം ചെയ്യും പറയട്ടെ. ഈ പാവപ്പെട്ടവരല്ല ഈ മലയാളി താമസിക്കുന്നത്. എന്താ കാരണം എന്നറിയോ? ഈ ഭൂപരിഷ്കരണം. ആ ഭൂപരിഷ്കരണം മാറാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സഹായിക്കണം. ആയിരക്കണക്കിന് തളികത്തട്ട് പോലുള്ള ഭൂമി ഇവിടെ കിടക്കുക. എന്നിട്ട് പാവപ്പെട്ടവരെല്ലാം തോടിന്റെ ഇന്ത്യയിലും ആറ്റിന്റെ ഇന്ത്യയിലും കിടക്കുക. ഇത് ഏത് അങ്ങനെയുള്ളവരെ കണ്ടെത്തിയിട്ട് നമുക്ക് സർക്കാർ നല്ല തളികത്തട്ട് പോലെ ഇത് കൊണ്ട് വരാത്ത ഉരുള് വരാത്ത നല്ല സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെ സ്ഥലം എടുത്തു കൊടുത്ത് വേണ്ടി എല്ലാ വിധത്തിലുള്ള പിന്തുണയുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഇത് മുകളിൽ തലത്തിലെത്തണ്ട. സമരം ചെയ്യേണ്ടതായിട്ട് വന്ന സമരം ഇതിപ്പോ നമ്മള് സാറ് ശ്രദ്ധപ്പെടുത്തുക. CPI-യുടെ ലോക്കൽ സെക്രട്ടറി, CPI-യുടെ ലോക്കൽ സെക്രട്ടറി. CPI-ക്കാരാ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ. ഈ ഇത്രയധികം ഞാൻ നന്നായി വർക്ക്ഔട്ട് ചെയ്യുന്നു. കോൺഗ്രസ് അല്ല, നന്നായി വർക്ക്ഔട്ട് ചെയ്യുന്ന എന്തുകൊണ്ടാണ് ഈ എന്റെ ഗവേഷണ വിഷയം തന്നെ അതാണ്. എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ തോടിന്റെയും മലങ്കെട്ടുകളിലും അവിടെയും പോകേണ്ടി വന്നത്? ഭൂപരിഷ്കരണം വന്നപ്പോൾ എന്താണെന്നറിയാം, മുതലാളിമാർ ബുദ്ധിപരമായിട്ട് 1000-2000 ഏക്കർ നല്ല തളികത്തോട് പോലെ സായിപ്പ് ഉണ്ടാക്കി വെച്ച ഭൂമി അവിടെ കസ്റ്റഡിപ്പോയി. രണ്ടാമത് ഈ 15 ഏക്കർ താഴെയുള്ളവരെല്ലാം ഇറക്കി വിട്ട് അവരെല്ലാം മലങ്കെട്ടിൽ തോന്നുന്നുണ്ട്. ഇവിടെ ചെയ്യുന്ന കാര്യം എന്താണ്? ഗവൺമെന്റ് തോട്ടം എന്നുള്ള ഒരു സംഭവമൊന്നുമില്ല ഈ ലോകത്ത്. ഭൂമി ഉണ്ടാക്കിയത് മനുഷ്യന് ഉപയോഗിക്കാൻ. അതുകൊണ്ട് ആ തോട്ടം എന്ന് പറഞ്ഞാൽ നിയമം അടിച്ചു പൊട്ടിച്ച് എന്ന് പറഞ്ഞു ഇതേ പറ്റി. നമുക്ക് ഇനി ഇവിടെ ഒരു ദുരന്തമൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കുടിയിൽ ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ 3 ദിവസമായിട്ട് 24 മണിക്കൂറിൽ നമുക്ക് സേവനം തന്ന ഫയർഫോഴ്സാണ്. അവരിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഡ്യൂട്ടിക്ക് പോവുകയാണ്. ഏത് സമയത്ത് വിളിച്ചാലും ആ ക്ഷണം തന്നെ ഇവിടെ എത്തിച്ചേരാമെന്നുള്ള ഉറപ്പിലാണ് പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പോകുമ്പോൾ മറ്റു സ്ഥലത്ത് ഒരു അപകടവും കൂടാതെ നിങ്ങൾക്ക് സേവനം ചെയ്യുവാനും മറ്റുള്ളവരെ സംരക്ഷിക്കാനും കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നടത്തുന്ന സേവനത്തിന് പ്രത്യേകമായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ നന്ദി പറയുകയാണ്. ഇനി ഞങ്ങൾക്ക് സേവനം കിട്ടേണ്ട സമയത്ത് ഓടിയെത്തുവാനായിട്ട് തയ്യാറാണ്.
സെലക്ട് ചെയ്യും. ബാക്കി 4 പേര് അടുത്ത 4 ഒരു വ്യക്തി അയക്കാം. ഇതിനകത്ത് മനസ്സാണ്, അല്ലാതെ വേറൊന്നുമല്ല, മനസ്സാണ്. നിർബന്ധിക്കുന്ന ഒരു രീതിയിൽ ചിന്തിക്കുന്ന രണ്ടാളുകളെ കൂടെ ആ പാത്രങ്ങളെല്ലാം മീൻ കഴിച്ചോണ്ടേ അതിന്റെ ഒരു മാത്രമല്ല എല്ലാത്തിനും വേസ്റ്റ് ഇതിനകത്ത് അച്ചാറെല്ലാം കൊടുത്തിട്ട് എല്ലാം അതിനകത്ത് മുളക് എല്ലാം ഉണ്ട്. ഇവിടെ മരുന്നുകളും ഉണ്ടാവും. അല്ലാതെ നമ്മുടെ മെഡിക്കൽ വിഭാഗം എപ്പോഴും ഇവിടെ ഉണ്ട്. ആ പൊട്ടി അതെ, ഈ ആരോഗ്യത്തെ കുറിച്ച് ഈ പറഞ്ഞ സ്ഥാപനം എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു ക്രൈസിസ് വന്ന സമയത്ത് എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ട് നമ്മളൊരു വീട്ടിലേക്ക് വന്നിരിക്കുക. പ്രധാനമായിട്ടുള്ള സംബന്ധിച്ചോളം നമ്മൾ ഉപയോഗിക്കുന്നത് വൃത്തിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വേസ്റ്റുകളൊക്കെ ആണെങ്കിലും എല്ലാം പിന്നെ ചില ആളുകളൊക്കെ രാവിലെ കണ്ടായിരുന്നു മുറുക്കി കണ്ടായിരുന്നു. അതുപോലെ ഈ തുപ്പുന്ന ആ ഒരു അവസ്ഥ വെളിയിൽ മുറുക്കി തുപ്പാൻ പാടില്ല. അതുപോലെ അല്ലാതെ തന്നെ കാർക്കറ്റ് തുപ്പുന്ന ഒരു അവസ്ഥ ഒന്നും ഉണ്ടാവില്ല. നിമിഷം വരെയും ക്യാമ്പ് അവസാനിക്കുന്ന സമയം വരെ നിങ്ങളോട് എല്ലാവർക്കും ഉണ്ടാകും. അപ്പൊ നമുക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് വരേണ്ട ഒരു ഏറ്റവും പ്രധാനം മാത്രമേ നമുക്ക് നിങ്ങളുടെ അടുത്തേക്ക് ആ ഒരു മനോഭാവത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഓപ്പോസിറ്റ് രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഞങ്ങൾ പോലെ